ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പേര പടമാണ്. പോൾ ജോർജാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത സാധാ ഒരു ഫ്ലാറ്റ് പടമായി മാറി കാട്ടാളൻ. പിന്നെ ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പുഷ്പ, മാർക്കോ ഈ സിനിമകളൊക്കെ കൂട്ടിക്കലർത്തിയിട്ട് ചെയ്ത പോലെയുണ്ട്. പിന്നെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊഡക്ഷനാണ്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്. ആൻ്റണി വർഗീസ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫൈറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഫൈറ്റ് അടിപൊളിയായിട്ട് കാര്യമില്ല, നമുക്കൊരു റീസൺ വേണ്ട ഫൈറ്റ് ചെയ്യാനുള്ളത്. ആ ഒരു പഞ്ച് കിട്ടുന്നില്ല. അതിൽ മെയിൻ കാരണം കാട്ടാളൻ സിനിമയുടെ കഥ തന്നെയാണ്. കഥ കുറച്ചും കൂടിയും എൻഗേജിങ് ആക്കിയിരുന്നെങ്കിൽ സിനിമ നല്ല രീതിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധിച്ചാണ്. ഈ സിനിമ തെലുങ്ക് സിനിമയിൽ അത് മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കിയ പോലെയുണ്ട്. ഇത് തെലുങ്ക് സിനിമ ആയിരുന്നെങ്കിൽ വിജയിച്ചാണ്, അവിടുത്തെ ആൾക്കാർ കണ്ട് വിജയിപ്പിക്കും. പക്ഷെ ഇത് മലയാളത്തിലായതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ കണ്ടൻ്റാണ് നോക്കുന്നത്. ഒന്നാമത്തെ ഇതിൻ്റെ പ്രശ്നം കഥ എൻഗേജിങ് അല്ല. രണ്ടാമത്തെ പ്രശ്നം കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ വെറുതെ കുത്തി നിറച്ച പോലെ ഉണ്ട് സിനിമയിൽ. മൂന്നാമത്തെ കാരണം ഈ BGM കൊടുക്കുമ്പോൾ ഹൈ ഉണ്ടാവാൻ വേണ്ടിയാണ്. ആ ഹൈ ഒന്നും പ്രേക്ഷകരായി നമുക്ക് തോന്നില്ല. ഇതൊക്കെ ഒന്നും കൂടി റെഡിയാക്കിയിരുന്നെങ്കിൽ കാട്ടാളൻ ഒരു അടിപൊളി സിനിമയായി മാറിയാനെ. 3 ആളാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ എഴുതിയത്. അത് പുഷ്പയും മാർക്കോയാണങ്ങ് ഇറക്കണ്ടായിരുന്നു, അത് ഓൾറെഡി ഇറക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ആ കൂടി ഇതിൽ വ്യത്യാസം ആനക്കൊമ്പാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ മാർക്കോ സിനിമ കുറച്ചും കൂടി നല്ലതെന്ന് പറയാൻ കാരണം, അത് ഇതിൽ നല്ല BGM ഉണ്ടായിരുന്നു പടത്തിൽ. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ഫൈറ്റായാലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതിലത്തെ കഥ കുഴപ്പമുണ്ടായിരുന്നില്ല. വലിയ ഭീകര സിനിമയാണെന്നൊന്നും ഞാൻ പറയില്ല. മാർക്കോ ബ്രൂട്ടലായ സീനുകൾ കുറേ ഉണ്ടെന്ന് മാത്രം, എന്നാലത് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ആ സ്റ്റെയർ കേസ് ഫൈറ്റൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ പടത്തിൻ്റെ. അപ്പോൾ ആ പടത്തിൻ്റെ റേഞ്ചൊന്നും ഈ കാട്ടാളൻ സിനിമയ്ക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. മാർക്കോളത്തെ വില്ലനായാലും അത് അടിപൊളി വില്ലനായിരുന്നു. അപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സാധാ ആക്ഷൻ മാസ് പടമായിട്ടാണ്, പ്ലെയിനായിട്ടൊരു പടമാണ് എനിക്ക് തോന്നിയത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. കൊന്നുകളയാനിത് നായ്ക്കും വരയ്ക്കാൻ പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താന്ന് ഞാൻ അറിയിച്ചോളാം.